എരുമക്കിട്ട് കയറ്റിട്ട് വരുന്ന വരവാണോ നാറി? എരുമക്കിട്ടല്ലടാ, നിന്റെ തള്ളക്കിട്ടാണ്. എനിക്ക് പടാ മൂച്ചി. അങ്ങോട്ട് മാറി കിടക്കണം നാറി. നക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കണം മയിലേ. നക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ പെണ്ണുമ്പിള്ളയുടെ കൂടച്ചക്കെ കൊണ്ടുവരാൻ പാടില്ല നാറി. വായി നോക്കിയിരിക്കണം. ആദ്യം ദാഹിച്ചു വന്നവർക്ക് താകജലം കൊടുക്കും. അതെ, വല്ല കടൽ വരാലോ ചക്കയോ എന്തെങ്കിലും നക്കാനായിട്ട് ഇവിടെ ഉണ്ടാവില്ലേ? നല്ല മൂത്ത ഉടുമ്പ് ചതച്ചുണച്ചത് കൊണ്ട് എടുക്കട്ടെ പോടാ മൈനാന്നോ. വെള്ളം അടിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് മൂഞ്ച നീ കഴിക്കണ്ട. നല്ല പാട്ടാ. പിന്നെ പെട്ടെന്ന് വിട്ടാൻ വേണ്ടി ശകല അങ്ങോട്ട് ചേർത്തുണ്ടാവും. അയ്യോ, അപ്പൊ ഇവിടെ കള്ളിട്ടേ കള്ളയത്തേലായിട്ട് തെങ്ങോലായിട്ട് അതിന്റെ അപ്പം വരണോ നാറി. ഇത് എവിടെ നിന്നിട്ടാണ് പൂർവ്വമാരെ നമ്മുടെ തങ്കഞ്ചേട്ട ഓർമ്മയിൽ കുഴി കുത്താൻ വന്നാന്നേ. ഇമാർക്കുള്ളവർക്ക് ഞാൻ ചെലവിന് കൊടുക്കേണ്ടി വരും. അല്ല കഴിഞ്ഞ കൊല്ലത്തിനോട് വന്നാ പോകാൻ നേരത്തെ എന്നെ കുണ്ടി അടിച്ചു വിളിച്ചിട്ടാ പോയെ. പറയാനുള്ള കാര്യം ഞാൻ അവിടെ പറയും. ഇത് മൂഞ്ചനാറി. കൊള്ളാനാണ്. പക്ഷെ ഇത്തിരി നന്നായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. മുളകുടി കളിക്ക് ഇങ്ങനെ നീ പിടിച്ചേ കൂടി എന്നാലേ ഇത് കൂട്ടണ നെഞ്ചങ്ങ് കാന്തണം. അതെ, ഇവിടെ ഒന്നും കശാപ്പുണ്ടോ? ഉണ്ടല്ലോ. നീ പാതിരാത്രി കാട്ടിച്ച് നിന്നാ മതി. അവിടെ എന്റെ അപ്പനും അമ്മാമ്മയും കൂടെ കൂടി പന്നീനെ കശാപ്പിയുണ്ട്. ഓടാ അറിയുന്നു. രാത്രി മുഴുവൻ കാട്ടിക്കൂടെ നടക്കുമല്ലായിരുന്നോടി. കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. നിനക്കെന്താ അത്ര കുഴപ്പം? ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്ര അകലത്തില് എന്തോരം കാട്ടുമാക്കാനെ പോലെ നാറിയെന്നെ. അയാളുടെ പറമ്പിലെ കപ്പ എലി പോലും കയറിയല്ല. അവിടെ വേറെ ആരുമില്ലേ? 2 ഭാര്യമാരെ ചവിട്ടിക്കൊന്നല്ലേ. ഒരു മകളുണ്ട് ഊക്കം ഞരക്ക. കെട്ടുപ്രായം കഴിഞ്ഞു കഴിഞ്ഞിട്ടും വിത്തിന് നിർത്തിയേക്കൊന്നു തോന്നുന്നു. നിനക്ക് നോട്ടുണ്ടോ? പിന്നെ ഇവിടെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ച് ഊർത്തുന്നാ. അതല്ല, ഇവിടെ എന്തിനാ വന്നെന്നാ ചോദിച്ചേ. ഞാൻ തങ്കച്ചന്റെ പറമ്പിലേ റബ്ബറിന് കുഴി കുത്താൻ വേണ്ടി വന്നാ. എന്നിട്ട് കുത്തി കഴിഞ്ഞോ? അതിന് തങ്കഞ്ചേട്ടൻ അവിടെ ഇല്ലല്ലോ. ഈ പ്രദേശത്ത് ഇരുട്ടിന്ന് വന്ന് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നീ കുഴി കുത്തുവല്ലേടാ? നീ കുഴി കുത്തുവല്ലേ? ചുരുളിയിൽ വന്നിട്ട് നീ കുഴി കുത്തുവല്ലേടാ? നീ എന്നോടാണ് മൈരമാനേരെ? ഇവിടെ നീയാണോ ചെയ്ത് ഞാനാണോടാ? എന്റെ സബോർഡിനേറ്റായിട്ട് നിങ്ങൾ തള്ളിയേക്കുന്നത് മനസ്സിലായോ? അവിടെ എല്ലാവരും പുറത്തു വരാം. നീ എന്തു മുമ്പാണ് നാട് മുഴുവൻ ഇറങ്ങിയത്? ചേട്ടൻ സാറെന്ന് വിളിയണം. ഇനി ആരിലും നീ സാറെന്ന് വിളിച്ചായി മനസ്സിലായോ? മറ്റുള്ളവരൊക്കെ മാറിപ്പോണ്ട് അങ്ങനെ വിളിച്ച മൈര ചവിടിന്റെ നടി ഓടിക്കും. എഴുതണ്ടാ അവന് മാറില്ല. നീ ഒരു സല്യൂട്ട് അടിച്ച് ഞാനൊന്ന് കാണട്ടെ. അടിയടാ. എന്നിട്ട് പറ, നീ ഇറങ്ങാൻ പോയിട്ട് നിനക്ക് എന്നാ വരെ കിട്ടിയേ? സാറേ, ഇവിടെ ഉള്ളവന്മാർക്ക് കള്ളപ്പേരുകളാണ്. ഒരാൾക്ക് തന്നെ 4-5 പേരുണ്ട്. അപ്പൊ നമ്മളെ മയിലാടും കുറ്റി ചോദിന്ന് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. പേടിച്ചു എങ്കിലോ ഒരു 200 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു നീ മൈരന്മാരെ പറഞ്ഞുകൊണ്ടോ നീ ഒരു ശബ്ദം കേട്ടോ? പേടിച്ചു രണ്ടാളും സുകുമാരക്കുറുപ്പിന്റെയും ശോഭരാജന്റെയും കാര്യമൊക്കെ പറയുന്നത് എന്നെ വല്ല തട്ടാനുള്ള പരിപാടിയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേ നേരത്തെ പറഞ്ഞേക്കണം.
പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ മറ്റന്നാൾ ഷാപ്പില്ല. എന്റെ കൊച്ചിന്റെ ആദ്യ കുർബാന. എടാ ഷാജീവാ, ആ ഈ കക്കൂസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. എന്താണ് സാറേ? ഇപ്പൊ നമ്മളിവിടെ കൂലിപ്പണിക്കാരായിട്ട് അഭിനയിക്കുവല്ലേ? ആ എടാ ഷാജീവാ, ആ ഈ കക്കൂസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. എന്താണ് സാറേ? ഇപ്പൊ നമ്മളിവിടെ കൂലിപ്പണിക്കാരായിട്ട് അഭിനയിക്കുവല്ലേ? ആ അതുപോലെ നമ്മളാരും കാണുന്നില്ലെന്ന് അങ്ങ് അഭിനയിച്ചേക്കണം. അത്രേ ഉള്ളൂ. ആദ്യ കുർബാന നടത്താൻ ഇവിടെ എവിടെന്ന പള്ളി നീ വല്ലതും കണ്ടായിരുന്നു?